നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ശ്യാമ മാഡം പോയായിരുന്നോ? ശ്യാമ മാഡം ഇപ്പം അങ്ങോട്ട് പോയി. മേഡം റെസ്റ്റ് എടുത്തോളൂ. എടുത്തേ. അതെ, മകൾക്ക് വേണ്ടിയിട്ടുള്ള അമ്മയുടെ കടമ അസലായിരുന്നു. അതെ ഏട്ടത്തി, അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ ഇപ്പോഴാ മനസ്സിൽ വന്നേ. നമുക്ക് ഇറങ്ങാം. ശ്യാമ മാഡം സ്റ്റുഡിയോയിലുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം എനിക്കല്ലേ. ഞാൻ പറഞ്ഞ കാര്യം നടക്കാതെ പോവല്ലോ. ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് ശ്യാമ മാഡത്തെ കണ്ടേ പറ്റൂ. മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്യണം മാഡം. ആ, ഏട്ടത്തി ഒന്ന് നോക്ക്, ഞാൻ കാറിലിരിക്കാം. അതെ, ശ്യാമ മാഡം സ്റ്റുഡിയോയിലുണ്ടോ? റെക്കോർഡിംഗ് കഴിഞ്ഞായിരുന്നു, പോയോന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ വേഗം പോരാൻ. അപ്പൊ വഴി നീളെ ഓരോ സംസാരവും കിന്നാരവും. ഇതിനേക്കാളും വേഗത്തിൽ എങ്ങനെയാ പെണ്ണെ പോരുന്നേ? ആളുകൾ ഇടിച്ച് കൊന്നിട്ടോ? ഓ, ഒന്നും പറയണ്ട, ഒന്ന് വരുവോ? വെറുതെ മനുഷ്യനെ പറ്റിക്കരുത് കേട്ടോ. കൈ പിടിച്ചിട്ട് പിന്നെ എന്തിനാ വിട്ട്? അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ആ, എനിക്കിതൊക്കെ വലിയ പ്രശ്നം. സത്യമായിട്ടും കൊല്ലുള്ള ദേഷ്യം വരുന്നുണ്ട്. വാ വാ, കൊന്നോ, ഞാൻ നിന്ന് തരാം. വാ. അയ്യേ, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ വാ. അതെ, ശ്യാമ മാഡം പോയായിരുന്നോ? ശ്യാമ മാഡം ഇപ്പം അങ്ങോട്ട് പോയി.
ആരാ? ഈ കുട്ടിക്ക് ശ്യാമ മേഡമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ, ഇല്ല. ഞാൻ ശ്യാമ മേഡത്തിന്റെ ആരാധികയാ. അൺബിലീവബിൾ. എന്തൊരു സാദൃശ്യമാണ്. ശ്യാമ മേഡം ഇനി തിരിച്ചു വരുമോ? ഓ, ഒരു ബന്ധവുമില്ലാതെ ഈ സാദൃശ്യമാണെങ്കിൽ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാം? എടോ കരയല്ലേ? കണ്ടില്ലേ, ഇതാ എപ്പോഴും എനിക്ക് സംഭവിക്കുന്നത്. എന്നെ പലതും കാട്ടി ദൈവം കൊതിപ്പിക്കും, എന്നിട്ട് അതുപോലെ തിരിച്ചെടുക്കുകയും ചെയ്യും. എല്ലാരും എന്നെ കളിയാക്കും, അത്ര തന്നെ. തനിക്കിപ്പോ എന്താ വേണ്ടേ? തനിക്ക് ശ്യാമ മാമിനെ ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. എടോ എനിക്ക് അവരുടെ വീടറിയാം, നമുക്ക് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാം. അതെങ്ങനെയാ? സമയം പറഞ്ഞ ഡയറക്ടർ ഇങ്ങോട്ട് വിട്ടെ, അതുകൊണ്ട് തിരിച്ചവിടെ എത്തണ്ടേ? എടോ താനൊരു ഹീറോയിനാണ്, കുറച്ച് വൈകി ചെന്നാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, നമുക്ക് പോവാം. ഓക്കെ, പക്ഷേ ഇക്കാര്യം ഞാൻ ഏറ്റെടുത്തു. ശ്യാമ മാമിന് മുന്നിൽ തന്നെ കൊണ്ട് നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എടോ സത്യടോ, ഉറപ്പായിട്ടും കൊണ്ടുപോവാം. ആ പിന്നെ ഒരു കാര്യം താൻ ശ്രദ്ധിച്ചോ? തനിക്ക് ശ്യാമ മാഡത്തിന് മുഖച്ഛായ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ താൻ എന്താ പറഞ്ഞേ? ആ, പക്ഷെ ആ മ്യൂസിക് ഡയറക്ടർ എന്താ ചോദിച്ചത്? അടുത്ത് നിന്ന ആളുകൾ എന്താ പറഞ്ഞേ? ആ, എനിക്കറിഞ്ഞൂടാ. ആ എന്നാ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ ഉള്ളേ. പിന്നെ ഒരേപോലെ. എന്നിട്ടല്ലേ ഒന്ന് കാണാൻ പോലും പറ്റാതെ പോയത്. ഇനി ചെന്നാലും എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. ഓ, ഇപ്പൊ അഭിനയിച്ചില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.